അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു പോകുന്ന കാര്യം? ഇല്ല, ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിരുന്നു. ഞാൻ എപ്പോഴും പറയായിരുന്നു അതൊന്ന് രാജിവെക്കുന്ന തലേദിവസം വരെ ഞാൻ പറഞ്ഞു. പക്ഷേ വേറെ ഒന്നിലേക്ക് പോകാൻ ഞാൻ ആലോചിച്ചിരുന്നില്ല സത്യം പറഞ്ഞു. അതുകൊണ്ടാണ് ഈ പോകുന്ന പറയല്ലാണ്ട്. അപ്പോൾ ഒരു ദിവസം മുരളിയേട്ടൻ പറയുകയും ചെയ്യുന്നത്, നീ അങ്ങ് പൊക്കോ, നീ ഇത്രയും മാനസിക വിഷമം കൊണ്ട് ഇതിൽ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന്. അങ്ങനെ വരെ പറഞ്ഞ ആളാണ് മുരളി. ഒരിക്കൽ കൂടി ഇങ്ങനെ വിഷമിച്ച് ഇവിടെ നിൽക്കേണ്ട പൊക്കോ എന്ന് പറഞ്ഞില്ലേ ശ്രീ കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചേട്ടൻ്റെ റെക്കോർഡ് ചെയ്യാനുള്ള അങ്ങനത്തെ ഒരു വൃത്തിയായിട്ട മനസ്സൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് റെക്കോർഡ് ചെയ്ത് വെച്ചില്ല. എൻ്റെ മനസ്സിൽ റെക്കോർഡ് ചെയ്ത് തന്നെയാണ്. മറ്റൊരു കാര്യം, ഈ അവിടെ ഡൽഹിയിൽ പത്മജ വേണുഗോപാൽ BJP അംഗത്വം സ്വീകരിക്കുമ്പോൾ തകൃതിയായി കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക അഴിച്ചു പണിത് പൊളിച്ച് പണിത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോയി. ഇത്രയും സ്വാധീനം കേരളം മുഴുവൻ പത്മജ വേണുഗോപാലിനുണ്ടെന്ന് പത്മജ വേണുഗോപാലിന് അറിയായിരുന്നോ? ഇല്ല, കാരണം ഞാൻ തന്നെ എട്ടിപ്പോയി, ഞാൻ അത്ര വലിയ ആളായിപ്പോയെന്ന്. അതായത് അതല്ല, ഞാൻ ഒരിക്കലും ഇന്ന ആളുടെ മകളാന്ന് പോലും ഉള്ളൊരു അഹങ്കാരം നിങ്ങൾക്കൊക്കെ പണ്ടേ എന്നെ അറിയാം. അന്നും ഞാൻ ഇങ്ങനെ തന്നെയല്ലേ, ഇപ്പോഴും ഞാൻ അങ്ങനെയാണ്. അപ്പോൾ പക്ഷെ അവരെന്നെ പേടിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഇത്രയും എല്ലാ വയ്യാത്ത KPC പ്രസിഡന്റ് അദ്ദേഹമാണ് ആ കൂട്ടത്തിൽ ആകെ എന്നോടൊരു മമത കാണിച്ച ആൾ കേട്ടോ. അദ്ദേഹത്തിന് എനിക്ക് സുധാകരൻ, എനിക്ക് അദ്ദേഹത്തിനെ കുറ്റം പറയാൻ ഒരു താല്പര്യമില്ല. അദ്ദേഹം പറ്റാവുന്ന രീതിയിൽ എന്നെ പക്ഷെ അദ്ദേഹത്തിന് പോലും ഒന്നും നടക്കണില്ല. അതുകൊണ്ട് എനിക്കറിയാം അദ്ദേഹത്തിനോട് എന്താ ഇനിയിപ്പോൾ ചെയ്യാൻ പോണേന്ന്. അപ്പോൾ അതുകൊണ്ടാണ്, ഇതൊക്കെ കൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞത് ഇനി അതിൽ നിന്നാൽ എന്നെ ആരും നോക്കാനില്ല എന്നൊരു തോന്നൽ. നമുക്ക് എന്തായാലും ഒരു പ്രൊട്ടക്ഷൻ എപ്പോഴും ഒരാളുള്ളത് നല്ലതല്ലേ. സുധാരേട്ടൻ മൂത്തൊരേട്ടൻ്റെ മാതിരിയായിരുന്നു.